CBSE ആസ്ഥാനത്ത് നമുക്ക് കാണാം. ഇപ്പോൾ പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ CBSE ആസ്ഥാനത്തിന് മുന്നിൽ ഉണ്ട്. CBSE ആസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ആർച്ച് ബിഷപ്പുമാരുടെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോൾ കാണാം. അതിന് മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചിത്രം പതിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നു എന്നുള്ള ചിത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ CBSE ആസ്ഥാനം ഇപ്പോൾ വലിയ സുരക്ഷാ സന്നാഹത്തിലാണ്. നമുക്ക് കാണാം, അകത്ത് തോക്കുമായി അർദ്ധസൈനികർ കാവൽ നിൽക്കുന്ന കാഴ്ച കാണാം. ഇത് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ആർക്കും അനുവാദമില്ലാതെ പ്രവേശനമില്ലാത്ത ഒരു രീതിയുണ്ട്. ഒപ്പം വലിയ സുരക്ഷാ ചെക്കപ്പിനുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് CBSE ആസ്ഥാനത്ത് കാണുന്നത്. ഒരു പന്തൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയ പന്തൽ ഇവിടെ ഈ CBSE ആസ്ഥാനത്തിന് മുന്നിൽ ഇട്ടിരിക്കുകയാണ്. ആ ഒരു താൽക്കാലിക പന്തലിലായിരിക്കും ഈ ആഘോഷങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇന്ന് 6 മണിക്കായിരിക്കും പ്രധാനമന്ത്രി ഈ CBSE ആസ്ഥാനത്തേക്ക് എത്തുക. അത് കഴിഞ്ഞ് ഈ പന്തലിൽ അദ്ദേഹം എല്ലാ ക്രൈസ്തവ സഭാ നേതാക്കളെ, പ്രത്യേകിച്ച് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിലെ നേതാക്കളെ കാണും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാർ ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ ഇവിടെ എന്തായാലും കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കർദിനാൾമാരെല്ലാം തന്നെ എത്തുന്നുണ്ട്. പുതിയ കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. CBSE ആസ്ഥാനത്താണ് പലരും താമസിക്കുന്നത്. മാർ ക്ലിമീസ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കർദിനാൾ ആലഞ്ചേരി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. റാഫേൽ തട്ടിൽ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലുള്ള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭാ നേതാക്കളും ഇന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ചില ആൾക്കാരെയും ചില കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ CBSE ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി 6 മണിക്ക് എത്തിയാൽ ഏതാണ്ട് 1 മണിക്കൂർ ഇവിടെ ചെലവഴിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു ക്രിസ്മസ് സന്ദേശവും ഒക്കെ അദ്ദേഹം നൽകും. ഇതിന് തൊട്ടടുത്താണ് സേക്രഡ് ഹാർട്ട് ദേവാലയം ഉള്ളത്. അവിടെ എന്തെങ്കിലും സുരക്ഷാ സന്നാഹം ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി അങ്ങോട്ട് കയറുമോ എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, ക്രിസ്മസിനനുബന്ധിച്ച് ഈസ്റ്ററിനനുബന്ധിച്ച് പ്രധാനമന്ത്രി ഇവിടെ ഈ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ എത്തിയിരുന്നു. നാളെ ഒരുപക്ഷെ BJP അധ്യക്ഷൻ JP നഡ്ഡ ഇവിടെ എത്തും എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ക്രൈസ്തവ സഭാ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഈ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലും എന്തായാലും ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇവിടെയും കയറണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു സൗകര്യമുണ്ടാകും. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് CBSE ആസ്ഥാനത്തുള്ള പരിപാടി മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കുറെ നാളുകളായി BJPയും പ്രധാനമന്ത്രിയും ഒക്കെ ക്രൈസ്തവ സഭയെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹം ക്രൈസ്തവ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ പിന്നീട് ദില്ലിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കഴിഞ്ഞ ക്രിസ്മസിന് നേതാക്കളെ വിളിക്കുകയും കാണുകയും ഒരു ചെറിയ ഒത്തുചേരൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് ചില ബിഷപ്പുമാർ പ്രത്യേകം പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി തിരിച്ചെത്തിയത്. കുവൈറ്റിലായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് 11:30 മണിക്കാണ് ദില്ലിയിൽ വിമാനം ഇറങ്ങിയത്. അതുകൊണ്ട് ഇന്ന് ചില ആൾക്കാർക്ക് കാണാനുള്ള ഒരു സമയം നൽകാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകവും അദ്ദേഹം ചില കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളം തെരഞ്ഞെടുപ്പ് 1 വർഷത്തിന് ശേഷമാണ്. കേരളം ഒരു ലക്ഷ്യമാണ് BJPയുടേത്. ഒപ്പം ദില്ലിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ദില്ലിയിലും പല സ്ഥലങ്ങളിലും ക്രൈസ്തവ സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. പല പ്രധാന സ്കൂളുകളും കോളേജുകളും ഒക്കെ നടത്തുന്നത് ക്രൈസ്തവ സഭയാണ്. അപ്പോൾ ഇതെല്ലാം ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പങ്കെടുക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം കൂടിയാണ്. എന്തായാലും പ്രധാനമന്ത്രിയെ വലിയ രീതിയിൽ വരവേൽക്കാനുള്ള ഒരു ഒരുക്കമാണ് CBSE ആസ്ഥാനത്ത് ഇപ്പോൾ കാണുന്നത്.